പ്രിയങ്കരനായ ഗുരു, അഷ്ടവക്രനെ കുറിച്ചുള്ള താങ്കളുടെ ആദ്യ പ്രഭാഷണത്തിനിടയ്ക്ക് പലരും വിങ്ങിപ്പൊട്ടി കരയുകയായിരുന്നു. ഇതിനർത്ഥം എന്താണ്? ആ കരഞ്ഞുകൊണ്ടിരിക്കുന്നവർ ദുർബല ഹൃദയരായതുകൊണ്ടാണോ, അതോ അത് താങ്കളുടെ ശബ്ദത്തിന്റെ ശക്തി കൊണ്ടാണോ? ഇതിനെക്കുറിച്ച് ദയവായി ഒന്ന് വ്യക്തമാക്കിയാലും. ഓഷോ മറുപടി പറയുന്നു, ഒരു കാര്യം തീർച്ചയാണ്, ചോദ്യകർത്താവ് ഒരു കഠിന ഹൃദയനായ മനുഷ്യനാണ്. അയാൾ കണ്ണുനീരിൽ ദൗർബല്യം മാത്രമേ കാണുന്നുള്ളൂ. ചോദ്യകർത്താവിൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ വറ്റിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് സ്പഷ്ടമാണ്. ആ കണ്ണുകൾ ഒരു മരുഭൂമി പോലെ വരണ്ടതായി തീർന്നിരിക്കുന്നു. അവയിൽ പുഷ്പങ്ങൾ തളിർക്കുന്നില്ല. കണ്ണുനീർത്തുള്ളികൾ മിഴികളിലെ പുഷ്പങ്ങളാണ്. ചോദ്യകർത്താവിൻ്റെ വികാരങ്ങൾ മരിച്ചു കഴിഞ്ഞു. അയാളുടെ ഹൃദയം മരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അയാൾ ബുദ്ധിപരമായ പാതയിലൂടെ മാത്രമാണ് ജീവിക്കുന്നത്. അയാൾ തൻ്റെ മൃതമായ വികാരങ്ങൾക്ക് അന്ത്യകൂദാശ നൽകിക്കഴിഞ്ഞു. അയാൾ ചിന്തകളിൽ ജീവിക്കുകയായിരിക്കണം. സ്നേഹവും കാരുണ്യവും ജീവിതത്തോടുള്ള ആദരവ്, പ്രേമഭാവം, ആനന്ദം, ഇവയുടെ എല്ലാം സാധ്യതകളെ അയാൾ തിരസ്കരിച്ചിരിക്കണം. ഒരു പ്രവാഹം ഇവിടെ ഒഴുകുന്നതായി തോന്നിപ്പിക്കുന്നതല്ല. അയാളുടെ ഹൃദയം ഒരു മരുഭൂമി പോലെ വറ്റി വരണ്ടിരിക്കണം. അതിനാൽ ഒന്നാമതായി അയാൾക്ക് തോന്നിയത് ആളുകൾ കരയുന്നത് അവരുടെ ദുർബലത കൊണ്ടെന്നാണ്. വൈകാരിക ബോധമാണ് സാക്ഷിഭാവത്തോട് ഏറ്റവും അടുത്തുള്ളതായിരിക്കുന്നത്. ഭക്തിഭാവമാണ് ദൈവികതയോട് ഏറ്റവും അടുത്തുള്ളത്. പ്രവൃത്തിയുടെ മണ്ഡലം ഏറ്റവും ദൂരെയാണ്. അവിടെ നിന്ന് ദീർഘയാത്ര തന്നെ വേണ്ടിവരും. ചിന്തയും ദൂരം തന്നെയാണ്. അത് ഒരു ദീർഘയാത്ര തന്നെയാണ്. ഏറ്റവും അടുത്തുള്ളത് ഭക്തിയാണ്. ഓർമ്മിക്കുക, ആളുകൾ പരിചയിച്ചിരിക്കുന്നത് ഒരേ ഒരു തരത്തിലുള്ള കണ്ണീരുമായി, അതായത് ദുഃഖത്തിൻ്റെ കണ്ണുനീര് മാത്രമായിട്ടാണ്. എന്നിരിക്കലും കണ്ണുനീരിൽ ദുഃഖം കാരണമായി ഉണ്ടായിരിക്കുന്നതായിക്കൊള്ളണമെന്നില്ല. കാരുണ്യത്തിലും കണ്ണുനീരൊഴുകുന്നു, സന്തോഷത്തിലും കണ്ണുനീരൊഴുകുന്നു. കൃതജ്ഞത പ്രകടിപ്പിക്കുമ്പോഴും നന്ദി പ്രകാശിപ്പിക്കുമ്പോഴും കണ്ണീരൊഴുകുന്നു. അടക്കാൻ കഴിയാത്തതെന്തോ അത് ദുഃഖമോ സന്തോഷമോ ആകാം. ഉള്ളിൽ ആണെന്നതിൻ്റെ ഒരടയാളം മാത്രമാണ് ആ കണ്ണുനീർ. അത്രയ്ക്കും അധികമായതെന്തോ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ അത് കവിഞ്ഞൊഴുകാൻ തുടങ്ങുകയാണ്. അത് വിഷാദമാണെങ്കിൽ ഉള്ളിൽ അടക്കി വയ്ക്കുവാൻ കഴിയാത്തതും, ശക്തമായ വിഷാദമാണെങ്കിൽ അത് കണ്ണുനീരുമായി പ്രവഹിക്കും. കണ്ണുനീർ ഒരു ഭാരമിറക്കലാണ്. അല്ലെങ്കിൽ ആ സന്തോഷം അത്രയ്ക്കും നിറഞ്ഞതായിരിക്കുമ്പോൾ സന്തോഷാശ്രുക്കൾ പ്രവഹിക്കും. കണ്ണുനീർ ഒരു ബഹിർഗമന മാർഗമാണ്. കണ്ണുനീർ ദുഃഖത്തോടോ സന്തോഷത്തോടോ ബന്ധപ്പെട്ടതായിക്കൊള്ളണമെന്നില്ല. ആധിക്യവുമായാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്തെല്ലാമാണോ ആധിക്യമായി തീരുന്നത് അത് കണ്ണുനീർ വലിച്ചെടുക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യും. അതിനാൽ കരയുന്നവർക്കുള്ളിൽ ഒരാധിക്യം സംഭവിച്ചിരിക്കണം. അവരുടെ ഹൃദയത്തിലേക്ക് എന്തോ ശക്തമായ വേദന തുളച്ച് കയറിയിരിക്കണം. അറിയപ്പെടാത്തവയുടെ മർമ്മരങ്ങൾ അവ കേട്ടിട്ടുണ്ടായിരിക്കണം. ഏറ്റവും അറിയപ്പെടാത്തതിൻ്റെ ഒരു കിരണം ഹൃദയത്തെ സ്പർശിച്ചിരിക്കണം. എന്തോ അവരുടെ അന്ധകാരത്തിൽ ഇറങ്ങി വന്നിരിക്കണം. എന്തോ ഒരമ്പ് അവരുടെ ഹൃദയത്തെ വേദന കൊണ്ടും ആനന്ദം കൊണ്ടും നിറച്ചിരിക്കണം. അപ്പോൾ അവർക്ക് അവരുടെ കണ്ണുനീരിനെ തടഞ്ഞു നിർത്തുവാൻ കഴിഞ്ഞില്ല. ഇതും എൻ്റെ വാക്കുകളുടെ ശക്തിയുമായി യാതൊരു ബന്ധവുമില്ല. കാരണം നിങ്ങളും കൂടി അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതെൻ്റെ സംസാരിക്കുന്നതിൻ്റെ ശക്തി കൊണ്ട് മാത്രമായിരുന്നുവെങ്കിൽ അപ്പോൾ നിങ്ങൾ കൂടി കരഞ്ഞിട്ടുണ്ടാകുമായിരുന്നു. ഓരോരുത്തരും കരഞ്ഞിട്ടുണ്ടാകുമായിരുന്നു. അല്ല, അത് ശ്രോതാക്കളുടെ നിറഞ്ഞ ഹൃദയവുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. ആർക്കെല്ലാമാണോ കരയുവാൻ കഴിയുമായിരുന്നത് അവർ കരഞ്ഞു.
കരയുന്നത് ഒരു ശക്തിയാണ്. ഏറ്റവും അനന്യമായൊരു കഴിവ് മനുഷ്യരാശിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും പുരുഷന്മാർക്കത് നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്ത്രീകൾക്ക് അതൊരല്പം രക്ഷപ്പെടുത്തിയെടുക്കുവാൻ കഴിഞ്ഞു. അതിനാൽ സ്ത്രീകൾ ഭാഗ്യവതികളാണ്. മനുഷ്യനേത്രത്തിലെ കണ്ണുനീർ ഗ്രന്ഥികൾ പുരുഷനിലും സ്ത്രീയിലും ഒരേപോലെയാണ്. കണ്ണുനീർ ഗ്രന്ഥികളെ പ്രകൃതി ഒരുപോലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രകൃതിയുടെ ഉദ്ദേശം വ്യക്തമാണ്. ഇരുവരുടെയും കണ്ണുകൾ കരയുന്നതിനു വേണ്ടി ഉണ്ടാക്കപ്പെട്ടവയാണ്. എന്നാൽ പുരുഷന്റെ അഹന്ത പതുക്കെ പതുക്കെ എല്ലാം നിയന്ത്രിച്ചെടുത്തു. കരയുന്നത് സ്ത്രീ സഹജമാണ്. സ്ത്രീകൾക്ക് മാത്രമാണ് കരയുന്നത്. എന്നാൽ കാലക്രമേണ പുരുഷന്മാർ ചിന്തിക്കാൻ തുടങ്ങി. പലതും ഇതിൽ നിന്ന് പുരുഷന്മാർക്ക് നഷ്ടപ്പെട്ടു. അവർക്ക് ഭക്തി നഷ്ടമായി, അവർക്ക് വൈകാരിക ബോധം നഷ്ടമായി, അവർക്ക് ആനന്ദം നഷ്ടമായി, അവർക്ക് കൃതജ്ഞതാഭാവം നഷ്ടമായി, സഹനശക്തിയുടെ മഹിമ അവർക്ക് നഷ്ടമായി. കാരണം സഹിക്കുന്നത് ഒരുവനെ ശുദ്ധീകരിക്കുകയും നിർമ്മലമാക്കുകയും കൂടി ചെയ്യുന്നു. അതുകൊണ്ടാണ് പുരുഷന്മാരുടെ ജീവിതത്തിൽ ഒരു വലിയ വിപത്ത് വന്നു പെട്ടിട്ടുള്ളത്. ലോകത്തിൽ ഒട്ടാകെ നോക്കിയാൽ ഭ്രാന്തരായി തീരുന്ന പുരുഷന്മാരുടെ എണ്ണം സ്ത്രീകളുടേതിനേക്കാൾ ഇരട്ടിയാണ് എന്നറിയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം. യുദ്ധങ്ങൾ നിർത്തലാക്കപ്പെട്ടാൽ ഈ സംഖ്യ വളരെയധികം വർദ്ധിക്കുകയും ചെയ്യും. കാരണം പുരുഷന്മാർ യുദ്ധങ്ങളിലൂടെയാണ് അവരുടെ ഭ്രാന്തിനെ ബഹിർഗമിപ്പിക്കുന്നത്. വളരെ വലിയൊരളവിൽ ഒഴിവാക്കിയെടുക്കുന്നത് 100 കൊല്ലത്തേക്ക് യുദ്ധങ്ങൾ പൂർണ്ണമായും നിരോധിക്കപ്പെട്ടാൽ പുരുഷന്മാരിൽ 90% ഭ്രാന്തന്മാരായി തീരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പുരുഷന്മാർ സ്ത്രീകളെക്കാൾ കൂടുതലായി ആത്മഹത്യ ചെയ്യുന്നു, ഏകദേശം ഇരട്ടിയോളം. സാധാരണ വിശ്വാസം നേരെ മറിച്ചാണ്. ആത്മഹത്യ കൂടുതലും സ്ത്രീകളാണ് ചെയ്യുന്നത് എന്നാണ് നിങ്ങൾ കരുതുന്നത്. അവർ അതിനെക്കുറിച്ച് സംസാരിക്കും, എന്നാൽ അവരത് ചെയ്യുന്നില്ല. ഗുളികകളോ മറ്റോ കഴിച്ച് അവർ ഉറങ്ങും. എന്നാൽ അവർ ആ ഗുളികകൾ കഴിക്കുന്നത് കണക്കു കൂട്ടി വെച്ചുകൊണ്ടാണ്. അതിനാൽ സ്ത്രീകൾ കൂടുതൽ ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തുന്നു, എന്നാൽ അതിൽ പരാജയപ്പെടുകയും ചെയ്യുന്നു. അവർ കാലെ കണക്കുകൂട്ടിക്കൊണ്ടാണ് അവരുടെ ശ്രമങ്ങൾ നടത്തുന്നത്. വാസ്തവത്തിൽ സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. ആത്മഹത്യ അവരുടെ പരാതിയെ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു ഉപായം മാത്രമാണ്. ഈ ജീവിതം ജീവിക്കുവാൻ പറ്റിയതല്ല, കുറെ കൂടി നല്ലൊരു ജീവിതാവശ്യമുണ്ട് എന്നവർ പറയുകയാണ്. നിങ്ങൾക്ക് അത്രയ്ക്കും കഠിനഹൃദയനായി തീർന്നിരിക്കുന്നു. അതിനാൽ അവൾ സ്വയം കൊല ചെയ്യാൻ തയ്യാറാകാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ അവളെ ശ്രദ്ധിക്കുവാൻ പോകുന്നില്ലെന്നാണ് ആത്മഹത്യ ചെയ്യുവാൻ തുനിയുന്ന ഒരു സ്ത്രീ നിങ്ങളോട് പറയുന്നത്. അവൾ നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുക മാത്രമാണ്. നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നതിന് വേണ്ടി മരിക്കുന്നതിനെ അവർക്കൊരു ഉപായമായി ഉപയോഗിക്കേണ്ടി വരുന്നു എന്നത് തികച്ചും ലജ്ജാകരമാണ്. പുരുഷൻ തീർച്ചയായും അസാധാരണമാം വിധം പരിപരുത്തവനായി തീർന്നിരിക്കുകയാണ്, കല്ലുപോലുള്ളവനായി തീർന്നിരിക്കുകയാണ്. സ്ത്രീകൾ മരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, അവർ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിന്റെ വഴിയിൽ അത്രയ്ക്കും അധികം ബുദ്ധിമുട്ടുകൾ വന്നു ചേരുമ്പോൾ ശ്രദ്ധിക്കുന്നതിനായി ആരും തന്നെയില്ല. ആരും തന്നെ അവളുടെ നേരെ ശ്രദ്ധ പതിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ആത്മഹത്യയെ അവർ ഒരു മാർഗമായി ഉപയോഗിക്കുകയാണ്. എന്നാൽ പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ അവരതിൽ വിജയിക്കുന്നു. പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നത് ചിത്തഭ്രമത്താലാണ്. കൂടുതൽ പുരുഷന്മാർ മാനസിക രോഗികളായിരിക്കുന്നു. എന്തുകൊണ്ടാണത്? പല കാരണങ്ങളുമുണ്ട്. അവയിൽ ഒന്ന് കണ്ണീരാണ്. എങ്ങനെയാണ് കരയേണ്ടതെന്ന് പുരുഷന്മാർ വീണ്ടും പഠിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. കരയാതിരിക്കുന്നത് ഒരു ശക്തിയല്ല,
നിങ്ങൾ എന്തിനെയാണോ ശക്തി എന്ന് വിളിക്കുന്നത് അത് ബോധരാഹിത്യമാണ്. ശക്തി അത്രയും കാഠിന്യമുള്ളതല്ല, അത് മൃദുലമാണ്. പർവ്വതങ്ങളിൽ നിന്ന് താഴോട്ട് പതിക്കുന്ന അരുവികൾ നിങ്ങൾ കണ്ടിരിക്കും. ഇഴഞ്ഞഴിഞ്ഞ് സൗമ്യമായി ഒഴുകി വരുന്ന ജലധാരകളാണവ. പാറ വളരെ കാഠിന്യമുള്ളതാണ്. പാറ തീർച്ചയായും വിചാരിക്കുന്നത് താൻ ബലവാനാണെന്നും ഒഴുകുന്ന ജലം അബലമെന്നുമാണ്. എന്നാൽ ഒഴുകുന്ന ജലമാണ് ഒടുവിൽ വിജയിക്കുന്നത്. പാറ മൺതരികളായി പൊടിഞ്ഞു പോവുകയും ജലം അതിനെ വഹിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. ദൈവികത സൗമ്യതയോടൊപ്പമാണ്. ദൈവികത അബലതയുടെ ബലമാണ്. ദൈവികത സൗമ്യതയോടൊപ്പമാണ്. ദൈവികത അബലതയുടെ ബലമാണ്. ഒരു പുഷ്പം വിടർന്നു നിൽക്കുന്നു. അതിനരികെ ഒരു പാറക്കല്ലുമുണ്ട്. തീർച്ചയായും ആ പാറകഷ്ണം ശക്തിയുള്ളതായി കാണപ്പെടുന്നു. പുഷ്പം ദുർബലമായും. എന്നാൽ ആ പുഷ്പത്തിന്റെ ബലം നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ജീവന്റെ ശക്തിയാണത്. ആരാണ് ഒരു കല്ലിനു മുമ്പിൽ തലകുനിക്കുന്നത്? ദൈവികതയുടെ പാദങ്ങളിൽ അർപ്പിക്കുന്നതിനായി നിങ്ങളൊരു പാറക്കല്ലിനെ എടുക്കുന്നില്ല. ഒരു കല്ല് വളരെ ശക്തിയുള്ളതാണെന്ന് കരുതി നിങ്ങൾ അതിനെ നിങ്ങളുടെ പ്രിയതമയ്ക്ക് സമർപ്പിക്കാറുണ്ടോ? ഇല്ല, നിങ്ങൾ അത് ചെയ്യുകയില്ല. നിങ്ങൾ പുഷ്പങ്ങളെ അറുത്തെടുക്കുകയും അവയെ ഒരുവന് നൽകുകയും ചെയ്യും. ഒരു പൂവിന് ശക്തിയുണ്ട്, ഒരു പൂവിന് തേജസ്സുണ്ട്. മൃദുത്വമാണ് അതിൻ്റെ ശക്തി. വിടർന്ന് വികസിക്കലാണ് അതിൻ്റെ ശക്തി. സംഗീതം, സൗരഭ്യം ഇവയാണ് അതിൻ്റെ ശക്തി. അതിൻ്റെ ബലമില്ലായ്മ കൂടി അതിൻ്റെ ശക്തിയാണ്. അത് രാവിലെ വിടരുകയും സന്ധ്യയ്ക്ക് വാടുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ ശക്തി. എന്നാൽ അത് വിടർന്ന് വികസിക്കുന്നു. ഒരു കല്ല് ഒരിക്കലും വിടർന്ന് വികസിക്കുന്നില്ല. അത് അതേപോലെ നിലനിൽക്കും. ഒരു കല്ല് ജഡമാണ്, ഒരു പുഷ്പം ജീവനുള്ളതാണ്. അത് മരിക്കും, കാരണം അത് ജീവിച്ചു കഴിഞ്ഞു. ഒരു കല്ല് ഒരിക്കലും മരിക്കുകയില്ല, കാരണം അതിപ്പോഴേ മൃതമാണ്. അലിവുള്ളവനായി തീരുക. കണ്ണുനീരിനെ വീണ്ടും മടക്കി വിളിക്കുക. കവിതയോടും ഗാനത്തോടും കൂടി അവ നിങ്ങളുടെ കണ്ണുകളിൽ നിറയട്ടെ. അല്ലാത്ത പക്ഷം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങളുടെ ദൈവം യുക്തിമാനായി നിലകൊള്ളും. ഹൃദയത്തിൻ്റെതായ അനുഭവമല്ലാതെ ഒരു സിദ്ധാന്തം മാത്രമായി സത്യത്തിൻ്റെ ഒരു അനുഭവമോ രുചിയോ ആയിട്ടല്ലാതെ കണ്ണുനീരിനെ ഒഴുകാൻ അനുവദിക്കുന്നവരാരോ അവർ ഭാഗ്യവാന്മാരാണ്. കണ്ണുനീരിനെ ഒഴുകുവാൻ അനുവദിക്കുന്നവരാരോ അവർ ഭാഗ്യവാന്മാരാണ്. അവർ ശക്തിയുള്ളവരാണ്. നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് അവർ ശ്രദ്ധിക്കുന്നില്ല. മറ്റുള്ളവർ വിചാരിക്കും എന്നോർത്ത് അവർ വ്യാകുലരാകുന്നില്ല. ഒരുവൻ പൂർണ്ണമായും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ വിമർശനത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. ആളുകൾ എന്തു പറയും എന്ന് ശ്രദ്ധിക്കാതെയും നിങ്ങൾ എന്ത് സ്പർശിക്കാതെയും കരയുന്നതിനായി ശക്തിയും ധൈര്യവും ആവശ്യമാണ്. അവരത് പറഞ്ഞുകൊള്ളട്ടെ. ചീത്തപ്പേര് വരുമെന്നോ വന്നുകൊള്ളട്ടെ എന്ന് ഉള്ളു തുറന്നൊന്ന് കരയുവാൻ വിടുക. ഒരു മനുഷ്യൻ കരയുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തേങ്ങി തേങ്ങി കരയുമ്പോൾ അപ്പോൾ അയാളുടെ ശക്തിയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അയാൾ ഒട്ടും തന്നെ നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നില്ല. മറ്റുള്ളവരെ പോലെ ആളുകൾ എന്തു പറയും എന്നയാൾ വേവലാതിപ്പെടുന്നില്ല. എന്നെപ്പോലെയുള്ളൊരു കോളേജ് പ്രൊഫസർ കരയുകയോ? ഒരു വിദ്യാർത്ഥി എങ്ങാൻ ഇത് കണ്ടാലോ? അല്ലെങ്കിൽ ഇത്രയ്ക്കും വലിയൊരു വ്യാപാരിയായിട്ട് ഞാൻ കരയുകയോ? ഏതെങ്കിലും ഒരു ഇടപാടുകാരൻ ഇത് കാണുന്നെങ്കിലോ? അല്ലെങ്കിൽ ഇത്രയ്ക്കും ശക്തനായൊരു ഭർത്താവായിട്ട് കരയുകയോ? എൻ്റെ ഭാര്യ അടുത്തു തന്നെ ഉണ്ട്. വീട്ടിലെത്തിയാൽ അവൾ എന്നെ ശരിയാക്കി വിടും. അല്ലെങ്കിൽ ഞാനൊരു അച്ഛനല്ലേ, ഞാൻ കരയുകയോ? എൻ്റെ മകൻ അത് കാണുന്നെങ്കിലോ? കുട്ടികൾ ആരെങ്കിലും കണ്ടാലോ? നിന്നെ തന്നെ നിയന്ത്രിക്കൂ. നിന്നുടെ അഹംബോധം പിറകോട്ട് പിടിച്ചു വലിക്കും. നിയന്ത്രിക്കൂ എന്നു പറയും. നിങ്ങൾ അഹംബോധമില്ലാത്തവനാണോ? എങ്കിൽ നിങ്ങൾ കരയും. അഹന്ത എല്ലായ്പ്പോഴും അതിനെ നിയന്ത്രണത്തിൽ നിലനിർത്തും. അഹന്തയില്ലാത്തവനാണോ? അപ്പോൾ നിങ്ങൾ ഒഴുകും. നിങ്ങൾ അവിടെ ഒരു പ്രവാഹമുണ്ടാവും. ഒരു കവി റഹീം പാടുന്നു:
നിങ്ങളിൽ അവിടെ ഒരു പ്രവാഹമുണ്ടാകും. ഒരു കവി റഹീം പാടുന്നു, കത്തുന്നതെല്ലാം തന്നെ ഒടുവിൽ കെട്ടുപോകും. ഒരിക്കൽ കെട്ടുകഴിഞ്ഞാലോ വീണ്ടും അത് കത്തിക്കാനുമാവില്ല. സ്നേഹത്തിൽ കത്തിത്തീർന്നവരാരോ അവർ വീണ്ടും വീണ്ടും കത്തിക്കപ്പെടും. കൽക്കരി കത്തുന്നു, അവ സ്വയം കത്തിയെരിയുകയും ഇന്ധനം തീരുമ്പോൾ കെട്ടുപോകുകയും ചെയ്യുന്നു. എന്നാൽ അവ പൂർണ്ണമായും കത്തിത്തീർന്നു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്കവയെ വീണ്ടും ജ്വലിപ്പിക്കാനാവില്ല. കത്തിത്തീർന്ന ചാരത്തെ വീണ്ടും കത്തുന്ന കൽക്കരിയായി മാറ്റുവാൻ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? കത്തുന്നതെല്ലാം തന്നെ ഒടുവിൽ കെട്ടുപോകും. ഒരിക്കൽ കെട്ടുകഴിഞ്ഞാലോ വീണ്ടും അത് കത്തിക്കാനുമാവില്ല. സ്നേഹത്തിൽ കത്തിത്തീർന്നവരാരോ എന്നാണ് റഹീം പറയുന്നത്. എന്നാൽ ആരുടെ ഹൃദയമാണോ സ്നേഹത്തിൻ്റെ അമ്പിനാൽ മുറിവേറ്റതായിരിക്കുന്നത്, സ്നേഹത്തിൻ്റെ കത്തിത്തീർന്നവരാരോ അവരൊരിക്കൽ കെട്ടുപോകുന്നെങ്കിൽ കൂടി വീണ്ടും അവർ കത്തിക്കപ്പെടും. അവർ വീണ്ടും വീണ്ടും കത്തിത്തീരുകയും അവർ വീണ്ടും വീണ്ടും കെട്ടുപോവുകയും അവർ വീണ്ടും വീണ്ടും കത്തിക്കപ്പെടുകയും ചെയ്യുന്നു. സ്നേഹത്തിൻ്റെ അഗ്നി നിത്യമാണ്, അത് അനശ്വരമാണ്. എന്നെ സ്നേഹത്തോടുകൂടി ശ്രവിക്കുന്നവർക്ക് കരയുവാൻ സാധ്യമാകും. ബുദ്ധിയിലൂടെ മാത്രമായി ആരാണോ എന്നെ ശ്രവിക്കുന്നത് അവർക്ക് എന്നിൽ നിന്ന് എന്തെങ്കിലും ചില അറിവുകളും ചില സിദ്ധാന്തങ്ങളും മാത്രമേ ലഭിക്കുകയുള്ളൂ. അവർക്ക് കിട്ടുന്നത് ചാരമാണ്, സ്നേഹത്തിൻ്റെ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന കൽക്കരിയല്ല. വീണ്ടും ഒരിക്കലും ജ്വലിപ്പിക്കാനാകാത്ത ചാരമാണവർ നേടിയെടുക്കുന്നത്. ഓർമ്മിക്കുക, ആ തീ അണഞ്ഞു കഴിഞ്ഞു. നിങ്ങളോട് ആ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞതും അവ അണഞ്ഞു കഴിഞ്ഞു. ബുദ്ധിപരമായി നിങ്ങൾ സ്വീകരിക്കുമ്പോൾ അത് ചാരമാണ്. എന്നാൽ നിങ്ങൾ ഹൃദയത്തിലൂടെ സ്വീകരിക്കുമ്പോൾ അത് എരിയുന്ന കൽക്കരിയാണ്. ആരിലാണോ സ്നേഹത്തിന്റെ കൽക്കരി പിറക്കുന്നത് അവരിൽ ആ തീ എരിയുകയും പിന്നീട് അത് കെട്ടുപോവുകയും വീണ്ടും ജ്വലിക്കുകയും ചെയ്യും. അത് നിങ്ങളിൽ വളരെയധികം ദുഃഖം നിറയ്ക്കും. എന്നാൽ അത് നിങ്ങളെ ശുദ്ധീകരിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ സമഗ്രമായൊരു പരിവർത്തനം കൊണ്ടുവരും. നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയം തുറന്ന് കരയുവാൻ കഴിയുമെങ്കിൽ അതിനർത്ഥം സ്നേഹത്തിൻ്റെ എരിയുന്ന കൽക്കരി നിങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ്. നിങ്ങൾക്ക് കരയുവാൻ കഴിയില്ല എങ്കിൽ അത് നിങ്ങളുടെ ബുദ്ധിയിൽ മാത്രമാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. നിങ്ങളുടെ ബുദ്ധിയിൽ മാത്രമാണ് അത് എത്തിച്ചേർന്നിട്ടുള്ളത്. ഒരൽപ്പം ചാരം ശേഖരിക്കപ്പെടും. നിങ്ങൾ ഒരൽപ്പം അറിവുള്ളവനായി തീരും. മറ്റുള്ളവർ വിശദീകരിച്ചു കൊടുക്കുന്നതിന് നിങ്ങൾ തികച്ചും സമർത്ഥനായി തീരും. നിങ്ങൾ വാദപ്രതിവാദത്തിലും തർക്കിക്കുന്നതിലും നിപുണനായി തീരും. എന്നാൽ സുപ്രധാന കാര്യം നഷ്ടപ്പെട്ടിരിക്കും. ജീവനുള്ള കൽക്കരി നേടുവാൻ കഴിയുമായിരുന്നിടത്ത് നിന്ന് വെറും ചാരമായിട്ടാണ് മടങ്ങിയെത്തിയിട്ടുള്ളത്. നിങ്ങൾ അതിനെ വിശുദ്ധമായ ഭസ്മം എന്ന് വിളിക്കുകയാണെങ്കിലും അത് യാതൊരു വ്യത്യാസമുണ്ടാക്കുകയില്ല. ചാരം ചാരമാണ്. തീ കൊളുത്തപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ നിന്ന് വേദനയുടെ ഭാവഗാനങ്ങൾ ഉയരുകയാണ്. നിന്റെ സ്നേഹത്തിൻ്റെ വേദനയിൽ ഞാനൊരു കത്തുന്ന നാവായി തീർന്നിരിക്കുകയാണ്. അലഞ്ഞു തിരിയുന്ന ഈ ബുദ്ധി കാരണമായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു യാത്രാസംഘത്തിൻ്റെ പുറകിലെ പൊടിപടലമായി തീർന്നിരിക്കുകയാണ് ഞാൻ. തീ കൊളുത്തപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ നിന്ന് വേദനയുടെ ഭാവഗാനങ്ങൾ ഉയരുകയാണ്. ആ കണ്ണുനീർത്തുള്ളികൾക്ക് തീ പിടിച്ച ഹൃദയത്തിൻ്റെ കണ്ണീർ കണങ്ങളായിരുന്നു. ആ കണ്ണുനീർത്തുള്ളികൾ തീ പിടിച്ച ഹൃദയത്തിൻ്റെ കണ്ണീർ കണങ്ങളായിരുന്നു. ആരെങ്കിലും ഒരുവൻ കരയുന്നതായി നിങ്ങൾ കാണുമ്പോൾ അയാൾ കരികൾ ചെന്നിരിക്കുക. അതൊരു ദൈവികമായ സത്സംഗത്തിൻ്റെ നിമിഷങ്ങളാണ്. അത് ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. നിങ്ങൾക്ക് കരയുവാൻ കഴിയുന്നില്ലെങ്കിൽ ചുരുങ്ങിയത് നിങ്ങൾക്ക് ആ കരയുന്നവൻ്റെ തൊട്ടടുത്തു ചെന്നിരിക്കാനെങ്കിലും സാധ്യമാണ്. നിങ്ങൾക്ക് അയാളുടെ കൈ പിടിച്ചുകൊണ്ടിരിക്കുവാൻ സാധ്യമാണ്. ഒരു പക്ഷേ നിങ്ങൾക്കും കൂടി അത് പകർന്നു കിട്ടിയെന്നും വരാം. തീ കൊളുത്തപ്പെട്ടു കഴിഞ്ഞു. എൻ്റെ ഹൃദയത്തിൽ നിന്ന് വേദനയുടെ ഭാവഗാനങ്ങൾ ഉയരുകയാണ്. ആ തീ കത്തിക്കപ്പെടട്ടെ. ഈ ഓറഞ്ച് വസ്ത്രങ്ങൾ തീജ്വാലയുടെ ഒരു പ്രതീകമാണ്. അവ
പ്രേമാഗ്നിയുടെ ഒരു പ്രതീകമാണ്. നിന്റെ സ്നേഹത്തിൻ്റെ വേദനയിൽ ഞാനൊരു കത്തുന്ന നാവായി തീർന്നിരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ തീവ്രമായ വേദന ഉണരുമ്പോൾ, ദൈവികമായ കാത്തിരിപ്പിൻ്റെ വിരഹദുഃഖം അനുഭവപ്പെടുമ്പോൾ, ഓരോ ശ്വാസത്തിലൂടെയും അവിടെ അഗ്നിയായിരിക്കുമ്പോൾ കത്തുന്നൊരു നാവായി, നിന്റെ സ്നേഹത്തിൻ്റെ വേദനയിൽ ഞാനൊരു കത്തുന്ന നാവായി തീർന്നിരിക്കുന്നു. അലഞ്ഞു തിരിയുന്ന ഈ ബുദ്ധി കാരണമായി എനിക്ക് വഴിതെറ്റിപ്പോയിരിക്കുകയാണ്. അലഞ്ഞു തിരിയുന്ന ഈ ബുദ്ധി കാരണമായി ഒരു യാത്രാ സംഘത്തിന്റെ പിറകിലെ പൊടിപടലമായി തീർന്നിരിക്കുകയാണ് ഞാൻ. ഒരു സാർദ്ധവാഹക സംഘം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ പിറകിൽ അവശേഷിപ്പിക്കുന്ന പൊടിപടലം പോലെയായിരുന്നു എൻ്റെ അവസ്ഥ. അതിനു കാരണം ഈ ബുദ്ധി അല്ലാതെ മറ്റൊന്നുമല്ല. ബുദ്ധിയുടെ കൈകളിൽ പൊടിയല്ലാതെ മറ്റൊന്നും തന്നെ പറ്റി പിടിക്കുന്നില്ല. അലഞ്ഞു തിരിയുന്ന ഈ ബുദ്ധി കാരണമായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു യാത്രാസംഘത്തിന്റെ ചിറകിലെ പൊടിപടലമായി തീർന്നിരിക്കുകയാണ് ഞാൻ. ഹൃദയം പ്രകാശിതമായി തീർന്നപ്പോൾ, ഓ കൃഷ്ണമോഹന, അതിരുകൾ അപ്രത്യക്ഷമായി തീർന്നിരിക്കുന്നു. ഞാൻ സീമാരഹിതനായി തീർന്നിരിക്കുന്നു. സ്നേഹം ഹൃദയത്തിൽ തട്ടുകയാണെങ്കിൽ, സ്നേഹത്തിന്റെ അമ്പ് ഹൃദയത്തിൽ വന്ന് തറയ്ക്കുകയാണെങ്കിൽ, ചാരത്തിൽ മുങ്ങിക്കിടക്കുന്ന തീക്കനൽ പെട്ടെന്ന് ആളിക്കത്തുകയാണെങ്കിൽ, ഹൃദയം പ്രകാശിതമായി തീർന്നപ്പോൾ, ഓ കൃഷ്ണമോഹന, അതിരുകൾ അപ്രത്യക്ഷമായി തീർന്നിരിക്കുന്നു. ഞാൻ സീമാരഹിതനായി തീർന്നിരിക്കുന്നു. ആ നിമിഷത്തിൽ അതിരുകൾ അപ്രത്യക്ഷമാകും. നിങ്ങൾ പരിധികളില്ലാത്തവനായി തീരും. അനന്തതയിലേക്കുള്ള നിങ്ങളുടെ ഒന്നാമത്തെ കാൽവെൽപ്പ് കണ്ണുനീർത്തുള്ളികളാണ്. കണ്ണുനീർത്തുള്ളികൾ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഉരുകുകയാണ് എന്നാണ്. നിങ്ങളുടെ സ്ഥിരമായ അതിർത്തികൾ ഒരൽപ്പം ഉരുകിയിരിക്കുകയാണ്. നിങ്ങൾ അലിവുള്ളവനായി തീർന്നിരിക്കുന്നു. നിങ്ങൾ ഉത്സാഹമുള്ളവനായി തീർന്നിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ തണുത്ത ബുദ്ധിയെ ഒരൽപ്പം കൈവിട്ടിരിക്കുന്നു. ഒരു തീ കത്തിക്കപ്പെട്ടിരിക്കുന്നു. ചൂടുയരുകയാണ്. ഈ കണ്ണീർത്തുള്ളികൾ തണുത്തതല്ല, ഇവ വളരെ ചൂടുള്ളതാണ്. ഈ കണ്ണുനീർത്തുള്ളികൾ നിങ്ങൾ ഉരുകുവാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ്. മഞ്ഞുരുകുന്നത് പോലെ അഹന്ത ഉള്ളിൽ ഉരുകുവാൻ തുടങ്ങിയിരിക്കുന്നു. അതിനാൽ കണ്ണുനീർത്തുള്ളികൾ പ്രവഹിക്കുവാൻ തുടങ്ങുന്നു. ആശകളെ കൊണ്ട് നിറഞ്ഞിരുന്നപ്പോൾ ഓരോ ശ്വാസവും അഗ്നിയുടെ ഭാഷ സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ സ്നേഹം എന്നിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ഞാൻ മൂകനായി തീർന്നിരിക്കുന്നു. ബുദ്ധി കൊണ്ടും ആഗ്രഹങ്ങളെ കൊണ്ടും ലക്ഷക്കണക്കിന് ചിന്തകളെ കൊണ്ടും നിങ്ങൾ നിറഞ്ഞിരുന്നപ്പോൾ നിങ്ങളുടെ നാവ് മൂർച്ചയുള്ളതും ചടിലവുമായിരുന്നു. ആശകളെ കൊണ്ട് നിറഞ്ഞിരുന്നപ്പോൾ ഓരോ ശ്വാസവും അഗ്നിയുടെ ഭാഷ സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ സ്നേഹം എന്നിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ഞാൻ മൂകനായി തീർന്നിരിക്കുന്നു. ആ കണ്ണുനീർത്തുള്ളികൾ ഭാഷയ്ക്കപ്പുറമുള്ള ഒരവസ്ഥയുടെ സൂചനയാണ്. എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അത് പ്രകടിപ്പിക്കുവാൻ യാതൊരു വഴിയുമില്ലെന്നാകുമ്പോൾ നിങ്ങൾ കരയുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യുക? സംസാരിക്കുന്നതിന് നിങ്ങൾ അശക്തനായി തീരുമ്പോൾ കണ്ണുകൾ അത് കണ്ണുനീരുകൊണ്ട് പറയുന്നു. ബുദ്ധിക്ക് സംസാരിക്കുവാൻ കഴിവില്ലാത്തതായി തീരുമ്പോൾ ഒരുവനത് നൃത്തത്തിലൂടെ പ്രകടിപ്പിക്കുന്നു. മീര നൃത്തം വെച്ചു. എന്തോ അവിടെ സംഭവിച്ചു. എന്നാൽ അത് പ്രകടമാക്കുവാൻ അവൾക്ക് വാക്കുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ചിലങ്കകൾ കെട്ടിമുറുക്കി മീര നൃത്തമാടാൻ തുടങ്ങി. അവൾ കരഞ്ഞു. തുടർച്ചയായി പൊട്ടിക്കരഞ്ഞു. വാക്കുകളിലൂടെ വെളിപ്പെടുത്താനാവാൻ അസാധ്യമായ എന്തോ ചിലത് സംഭവിച്ചു. വാക്കുകൾ ഏറ്റവും പരിമിതങ്ങളായി തോന്നിപ്പിച്ചു. കണ്ണുനീരിന് മാത്രമാണ് അത് പറയുവാൻ കഴിയുന്നത്. അതിനാൽ അവൾ അത് കണ്ണീരുകൊണ്ട് പറയുകയും ചെയ്തു. ഇല്ല, ഈ ആളുകൾ ദുർബലരാണ് എന്ന ധാരണ വെച്ചു പുലർത്താതിരിക്കുക. ഈ ആളുകൾ ശക്തിയുള്ളവരാണ്. അവരുടെ ശക്തി സൗമ്യതയുടേതാണ്. അവരുടെ ശക്തി അക്രമത്തിൻ്റെയോ ഹിംസയുടേതോ അല്ല. അവരുടെ ശക്തി ഹൃദയത്തിൻ്റെതാണ്. ഈ ആളുകളെ ദുർബലരെന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഒരിക്കലും കരയുകയില്ല. ഞാൻ വീണ്ടും വീണ്ടും ഊന്നി പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും കരയുകയില്ല. ഞാൻ വീണ്ടും വീണ്ടും ഊന്നി പറയുകയാണ്, ഈ ആളുകൾ ദുർബലരാണെന്ന് ചിന്തിക്കാതിരിക്കുക. അവരെക്കുറിച്ച് അസൂയപ്പെടുക.
ഉള്ളിലേക്ക് വീണ്ടും നോക്കുകയും ചോദിക്കുകയും ചെയ്യുക, എനിക്ക് കരയുവാൻ കഴിയാതിരിക്കുന്നത് എന്തുകൊണ്ടാണിത്? വികാരഭരിതനായിരിക്കുന്ന ഒരുവൻ തൻ്റെ തന്നെ കേന്ദ്രത്തിനേറ്റം അടുത്താണ്. ഒരുവൻ തൻ്റെ തന്നെ കേന്ദ്രത്തിന് എത്ര അടുത്തെത്തുന്നുവോ അത്രയും തീവ്ര ദുഃഖം അയാൾ അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ വീട്ടിൽ നിന്ന് എത്രയും അകലെയാണോ അത്രയും എളുപ്പമാണ് അത് മറക്കുന്നതിനും. എന്നാൽ വീടിനടുത്തേക്ക് എത്തും തോറും അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ കൂടുതൽ ശക്തി പ്രാപിക്കാൻ തുടങ്ങും. ദൈവത്തെ പൂർണ്ണമായും വിസ്മരിച്ചുകൊണ്ട് നിങ്ങൾ ഇരിക്കുകയാണ്. ദൈവം എന്ന വാക്ക് നിങ്ങളുടെ ചെവികളിൽ വീഴുന്നുണ്ട്, എന്നാൽ അത് യാതൊരിളക്കവും സൃഷ്ടിക്കുന്നില്ല. നിങ്ങളത് കേൾക്കുന്നുണ്ട്, എന്നാൽ നിങ്ങൾക്കത് വെറുമൊരു വാക്കാണ്. ദൈവം വെറുമൊരു വാക്കല്ല, അത് കേൾക്കുന്നതിൻ്റേതു മാത്രമായ ഒരു പ്രശ്നമല്ല. ഉള്ളിൽ ഒരല്പം ജീവന്റെ അഗ്നി എരിയുന്നവരിൽ ദൈവമെന്ന വാക്ക് പെട്ടെന്നൊരു കുലുക്കമുണ്ടാക്കും. ആ ഒരു വാക്ക് തന്നെ ഒരു ഞെട്ടലും ഉണ്ടാക്കും. നിങ്ങൾ എന്നെ ഹൃദയംഗമായി സ്നേഹിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ കരയിക്കുന്നത്? ആ ഭക്തൻ, ആ ഉപാസകൻ എല്ലായ്പ്പോഴും ദൈവത്തോട് പരാതി പറയുകയാണ്. നിങ്ങൾ എന്നെ ഹൃദയംഗമായി സ്നേഹിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ കരയിപ്പിക്കുന്നത്? നിങ്ങളുടെ വെളിച്ചത്തിൻ്റെ ഈ കനത്ത ഇരുട്ടിൽ നിങ്ങളുടെ ദൃഷ്ടിയെ എൻ്റേതിൽ നിന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒളിക്കുന്നത്? അരികിലേക്ക് വന്നിട്ട് പോലും നിങ്ങൾ ഒരിക്കലും അടുത്തേക്ക് വരുന്നില്ല. നിങ്ങൾ എന്നെ ഒരിക്കലും അടുത്തേക്ക് വിളിക്കുന്നില്ല. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ എനിക്ക് ചുറ്റും ജീവിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ എനിക്ക് ചുറ്റും വന്നുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്നെ ശരിയായി കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ദൈവികത വളരെ അടുത്താണെന്ന് നിങ്ങൾക്ക് പലപ്പോഴും അനുഭവപ്പെടും. വൈകാരിക അനുഭവങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്ന ഒരുവൻ ദൈവികതയുടെ ഏറ്റവും അടുത്തേക്ക് എത്തിച്ചേരും. ദൈവികതയുടെ ജ്വാലയുടെ ചൂട് അയാൾക്ക് അനുഭവപ്പെടുവാൻ തുടങ്ങും. കണ്ണുകൾ കണ്ടുമുട്ടാൻ തുടങ്ങും. അതിർത്തികൾ അന്യോന്യം കൂടിക്കലരുവാൻ തുടങ്ങും. അവ ഓരോന്നും മറ്റേതിൻ്റെ അതിർത്തിയിലേക്ക് അതിക്രമിച്ചു കടക്കുവാൻ തുടങ്ങും.